ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നടന്ന വനിത എന്ന ബഹുമതി കരസ്ഥമാക്കിയ ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിനെ കുറിച്ചാണ്. ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ISSൽ ആദ്യം സുനിത വില്യംസ് എത്തിയത് 2006ലാണ്. 2006 ഡിസംബർ 9 ഡിസ്കവറി എന്ന ബഹിരാകാശ പേടകത്തിൽ. ബഹിരാകാശ യാത്രയ്ക്ക് നാസ തിരഞ്ഞെടുത്ത രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. ആദ്യത്തേത് കൽപ്പന ചൗള. 1998 ജൂണിലാണ് നാസയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1965 ഒഹായോയിലെ യൂക്ലിഡിലാണ് സുനിത വില്യംസിൻ്റെ ജനനം. മാതാപിതാക്കൾ ദീപക് പാണ്ഡ്യയും ബോണി പാണ്ഡ്യയും. 3 ദൗത്യങ്ങളിലായി 608 ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞത്. 2024 ജൂൺ 5 സഹയാത്രികൻ ബുച്ച് വിൽമോറും സുനിത വില്യംസും അവസാനമായി ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടത്. സ്റ്റാർലൈനർ പേടകത്തിൻ്റെ ഹീലിയം വാതക ചോർച്ച കാരണം യാത്ര അനിശ്ചിതമായി നീണ്ടു. 8 ദിവസത്തേക്കാണ് പോയതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ബഹിരാകാശ നിലയത്തിൽ തുടരേണ്ടി വന്നു. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ നിരവധി പരീക്ഷണ ഗവേഷണങ്ങൾ അവർ നടത്തി. 150ലധികം പരീക്ഷണ നിരീക്ഷണങ്ങളിൽ പങ്കാളിയാവുകയും ISSൽ 286 ദിവസം ചെലവഴിച്ചതോടെ ഒറ്റ ദൗത്യത്തിൽ ഏറ്റവും കൂടുതൽ സമയം നിലയത്തിൽ കഴിഞ്ഞ 3ാമത്തെ സ്ത്രീ എന്ന നേട്ടത്തിൽ സുനിത വില്യംസ് ഇടം പിടിച്ചു. ഗുരുത്വാകർഷണം ബഹിരാകാശ ദ്രാവക സംവിധാനങ്ങളെ എങ്ങനെ എന്നതാണ് ഈ പഠനം പ്രധാനമായും പരിശോധിക്കുന്നത്. സ്പേസ് വാക്ക് നടക്കുക എന്നത് ഓരോ ബഹിരാകാശ സഞ്ചാരികളുടെയും സ്വപ്നമാണ്. എല്ലാവർക്കും ആ അവസരം ലഭിക്കില്ല. സുനിത വില്യംസ് 3 ദൗത്യങ്ങളിലായി 9 തവണ സ്പേസ് വാക്ക് നടത്തിയിട്ടുണ്ട്. 3 ദൗത്യങ്ങളിലായി 62 മണിക്കൂറും 6 മിനിറ്റും ബഹിരാകാശ നടത്തം സൃഷ്ടിച്ചു എന്നതാണ് സുനിത വില്യംസിൻ്റെ മറ്റൊരു പ്രത്യേകത. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് 9 മാസത്തെ വാസത്തിനു ശേഷം സുനിതയും ബുച്ച് വിൽമോറും ക്രൂ 9ൽ മടങ്ങുന്ന കാഴ്ചയാണിത്. 2024 സെപ്റ്റംബറിലാണ് ക്രൂ 9 വിക്ഷേപിച്ചത്. ക്രൂ 9ലെ യാത്രക്കാർ നിക്ക് ഹേഗും അലക്സാണ്ടർ ഗോർബുനോവുമാണ്. അവരുടെ കൂടെയാണ് ബുച്ച് വിൽമോറും സുനിത വില്യംസും ഭൂമിയിലേക്ക് മടങ്ങുന്നത്. 2025 മാർച്ച് 18 രാവിലെ 10:30ഓടെയാണ് ബഹിരാകാശ നിലയത്തിൽ നിന്നും പുറപ്പെട്ടത്. 2025 മാർച്ച് 19 ഇന്ത്യൻ സമയം പുലർച്ചെ 3:40 ഫ്ലോറിഡ തീരത്തിന് സമീപത്തെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് അമേരിക്കയിൽ ഇറങ്ങുകയായിരുന്നു. 59 വയസ്സുള്ള സുനിത വില്യംസിൻ്റെ ഒരുപക്ഷെ അവസാന യാത്രയായിരിക്കും ഇത്. ബഹിരാകാശ യാത്രികർ ഭൂമിയിലെത്തിയാലുടനെ ആദ്യം എത്തിക്കുന്നത് പ്രാഥമിക മെഡിക്കൽ പരിശോധനകൾക്കാണ്. ദീർഘകാല ദൗത്യങ്ങളിൽ നിന്നും മടങ്ങുന്ന ബഹിരാകാശ യാത്രികർക്ക് ഇതൊരു പതിവ് നടപടിക്രമം മാത്രമാണ്. ബഹിരാകാശത്ത് ഭൂമിയുടേതുപോലെ ഗുരുത്വാകർഷണ ബലമില്ലാത്തതുകൊണ്ട് മാസങ്ങൾ കഴിയുമ്പോൾ പേശികൾ ദുർബലമാവുകയും അസ്ഥികളുടെ സാന്ദ്രത നഷ്ടപ്പെടുകയും ചെയ്യും. 1 മാസത്തിന് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തും. സുനിത വില്യംസ് 59ാം പിറന്നാൾ ആഘോഷിച്ചത് ISSൽ വെച്ചാണ്. ഈ പ്രായത്തിലും ഗുരുത്വാകർഷണ ബലമില്ലാതെ ബഹിരാകാശത്ത് കഴിയാൻ ധീരത കാണിച്ച സുനിത ഒരു പക്ഷേ നാളെ ധീരവനിത എന്ന നേട്ടവും കൈവരിച്ചേക്കാം. 3ാം ക്ലാസ് മുതൽ +2 വരെയുള്ള സ്കൂൾ കുട്ടികൾക്ക് സുനിത വില്യംസിനെ കുറിച്ച് സിമ്പിളായിട്ടുള്ളൊരു ക്യൂസ് വീഡിയോസാണ് നൽകിയിട്ടുള്ളത്. ഇനി എല്ലാ ക്യൂസ് വീഡിയോസും നമ്മുടെ ചാനലിലൂടെ നൽകുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.